ഓഗസ്റ്റ് 14-ന് വിഭജന ഭീതി ദിനം ആചരിക്കാൻ കോളേജുകൾക്ക് കേരള VC മോഹനൻ കുന്നുമ്മലിന്റെ നിർദ്ദേശം. കോളേജുകൾക്ക് ഇത് സംബന്ധിച്ച സർക്കുലർ അയച്ചു. ഷീജ ചേരുകയാണ്. ഷീജ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഷമ്മി, ഏതായാലും ഓഗസ്റ്റ് 14-ന് വിഭജന ഭീതി ദിനമായി ആചരിക്കുക എന്നുള്ളൊരു നിർദ്ദേശം, അതിന്റെ സർക്കുലറാണ് ഇപ്പോൾ കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ നൽകിയിരിക്കുന്നത്. ഈ സർക്കുലർ എല്ലാ കോളേജുകളിലേക്കും ഈ കേരള സർവകലാശാല ആസ്ഥാനത്ത് നിന്നും അയച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോളേജുകളിൽ കൃത്യമായ രീതിയിൽ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കണം എന്നുള്ള നിർദ്ദേശം തന്നെയാണ് പ്രധാനമായും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, നേരത്തെ തന്നെ ഇത്തരത്തിൽ ക്യാമ്പസുകളിൽ ഇങ്ങനെ ഇത്തരത്തിലൊരു ദിനം ആചരിക്കുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം അതിനെതിരെ ഉയർന്നു വരുമെന്നുള്ള കാര്യം SFI അടക്കം വ്യക്തമാക്കിയിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണ്. വീണ്ടും ഈ ക്യാമ്പസുകൾ കലുഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ VC-യുടെ ഭാഗത്ത് നിന്ന് കൂടി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണറാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശം VC-മാർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏതായാലും കേരള സർവകലാശാല വൈസ് ചാൻസലർ ആയിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ നിലവിൽ ഇത്തരത്തിലൊരു നിർദ്ദേശം സംസ്ഥാനത്തെ കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള ക്യാമ്പസുകൾക്ക് നൽകിയിരിക്കുന്നത്. ഷീജ, ഇത് സംബന്ധിച്ച് പ്രത്യേകമായി എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ, ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കണം എന്നുള്ളതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ ഒരു മാർഗനിർദ്ദേശം അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അതോ കോളേജുകൾ തനതായ രീതിയിൽ ഇത് സംഘടിപ്പിക്കണം? കോളേജുകൾക്ക് നിലവിൽ ഒരു സർക്കുലർ മാത്രമാണ് അയച്ചിട്ടുള്ളത്. ഈ സർക്കുലറിൽ പറയുന്നത് ഇത്തരത്തിൽ 14-ാം തീയതി ഓഗസ്റ്റ് 14-ന് ഇങ്ങനെ ഒരു ദിനം ആചരിക്കണം, അതിന് വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടതാണ് ഓരോ ക്യാമ്പസുകളിലും എന്നുള്ള കാര്യം മാത്രമാണ് അറിയിച്ചിട്ടുള്ളത്. പ്രത്യേകമായുള്ള മാനദണ്ഡം ഒന്നും തന്നെ ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ ഈ ദിനാചരണം ഉണ്ടാകണം എന്നുള്ള കാര്യമാണ് നിർദ്ദേശിക്കുന്നത്.